നല്ല മഴക്കോള് കണ്ടപ്പം ഒറ്റ മൈൻഡില് ഞങ്ങൾ അട്ടപ്പാടി പോകാനിറങ്ങി. പക്ഷെ പകുതി വഴി എത്തിയപ്പോഴേക്കും മഴയൊക്കെ പോയി വെയിലായി. മഴയായാലും മഞ്ഞായാലും വെയിലായാലും അട്ടപ്പാടി നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഇവിടുത്തെ കാറ്റും പച്ചപ്പ് നിറഞ്ഞ മലകളും കുന്നുകളും ഒക്കെ കാണാൻ എന്ത് രസാണല്ലേ. എപ്പോഴും പുറത്തു പോകാന്ന് പ്ലാൻ ഇടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അട്ടപ്പാടി പോവാന്നാ. എനിക്കെന്തോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ കാറ്റും ആ നിശബ്ദതയും എന്തോ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. വീടിനടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ കുറേ തവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും എനിക്കിതുവരെ അട്ടപ്പാടിൻ്റെ ബ്യൂട്ടി ഇതുവരെ ആസ്വദിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരല്ലേ. അവർക്കൊക്കെ എന്നും ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിയാലോ. ഇവിടെ മഴയില്ലാത്തത് കൊണ്ട് തന്നെ സൺസെറ്റും കണ്ട് വീട്ടിലോട്ട് പോകാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സൺസെറ്റ് കാണാനായിട്ട് ഒരുപാട് സമയം ഇനിയും ബാക്കിയുള്ളത് കൊണ്ട് തന്നെ കുറേ നേരം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. എനിക്കെപ്പോഴും എവിടെ പോവുകയാണെങ്കിലും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതേ സെയിം ഇഷ്ടമാണ് എൻ്റെ പാർട്ട്ണറിനും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഇഷ്ടങ്ങളാണ്. ഈ കാര്യത്തിൽ ഒരേ മൈൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെക്കാറുണ്ട്. പിന്നീട് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത്, അല്ലേ? അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത തിരക്കിൽ സൂര്യൻ സാറ് വീട്ടിൽ പോയത് നമ്മൾ കണ്ടില്ല. പോട്ടെ, സാരമില്ല, അടുത്ത തവണ വരുമ്പോൾ കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ വണ്ടി തിരിച്ചു. തിരിച്ചു വരുന്ന വഴിയാണെങ്കിലോ കോടമഞ്ഞ് മൂടിയിട്ട് വഴി മുന്നോട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാട്ടോ അട്ടപ്പാടി വന്നിട്ട് ഇത്രയും കോടമഞ്ഞ് ഞാൻ കാണുന്നത്. പക്ഷെ കുറേ സമയം നമ്മൾ പേടിച്ചാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ചുരം ഇറങ്ങി വരുന്തോറും കോടമഞ്ഞൊക്കെ കുറഞ്ഞു വന്നു. നമ്മളങ്ങനെ സേഫായിട്ട് വീട്ടിലെത്തുകയും ചെയ്തു. ഇന്ന് ഞാൻ ആഗ്രഹിച്ച പോലെയൊരു ദിവസമായിരുന്നു. ഇതുപോലത്തെ ഒരുപാട് ദിവസങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. എല്ലാവരും കൂടെ നിൽക്കുമെന്ന് വിചാരിക്കും. ബായ്.